Hello, good morning dear students. Solar once again. Welcome to EduMass. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ 12ാമത്തെ പാർട്ടാണ്, 12th പാർട്ട്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറയാനുള്ളത് പോലെ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, അതിൽ നിന്ന് നോട്ട്സ് കിട്ടുന്നതാണ്. പിന്നെ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ ലെക്ചർ നമ്പർ 19 ആണ് കേട്ടോ. 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മൾ 19 ക്ലാസ്സാണ് ഇപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്തത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോട്ട്സും മറ്റും നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ചാപ്റ്റർ 2 ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഏകദേശം ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ആ ഭാഗത്ത് നിന്നും അതിൻ്റെ തിയറിയും അതോടൊപ്പം തന്നെ ഏതാനും ചില പ്രോബ്ലംസും നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്, റീ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്? നമുക്കറിയാം, ഫോർഫീച്ചർ എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചു. അതായത് ഒരു കമ്പനി അവരുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും തിരിച്ചു വാങ്ങി ക്യാൻസൽ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കി. കമ്പനിക്ക് അടയ്ക്കേണ്ടുന്ന തുക ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ആള് അടക്കാതിരിക്കുന്ന സമയത്താണ് കമ്പനി ആ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യുന്നത്. ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കണ്ടുകെട്ടുക എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ ഫോർഫീറ്റ് ചെയ്ത് മറ്റ് ആളുകൾക്ക് പിന്നീട് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ റീ ഇഷ്യൂ എന്ന് പറയുന്നത്, വീണ്ടും ഇഷ്യൂ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്യുന്നുവെങ്കിൽ a company can reissue the forfeited shares at a par or at a premium or at a discount. ഈ മൂന്ന് രൂപത്തിലും ഈ റീഇഷ്യൂ സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ റീഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ പാർ വാല്യൂവിൽ തന്നെ ആയേക്കാം, അല്ലെങ്കിൽ അത് പ്രീമിയത്തിലാവാം, അല്ലെങ്കിൽ അത് ഡിസ്കൗണ്ടിലാവാം. അപ്പം നമ്മൾ ഈ പാർ വാല്യൂവിലും പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യുന്ന കേസസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് ജേർണൽ എൻട്രി നമ്മൾ എഴുതിയതാണ് ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഡിസ്കൗണ്ടിലുള്ള കണക്കുകൾ നമ്മൾ ചെയ്തില്ല, ഡിസ്കൗണ്ടിലുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതായത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ, സാധാരണഗതിയിൽ ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ റീ ഇഷ്യൂവിൻ്റെ കേസ് വരുമ്പോൾ ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദ ഡിസ്കൗണ്ട് ഓൺ റീ ഇഷ്യൂ ഷുഡ് നോട്ട് എക്സീഡ് ദി എമൗണ്ട് ഫോർഫീറ്റഡ്. നമ്മൾ എത്രയാണോ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ളത്, ഫോർഫീറ്റ് ചെയ്ത ആ എമൗണ്ടിനേക്കാൾ റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് കവിയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്കറിയാലോ, റീ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി, അതിൻ്റെ അവസാനം നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് അല്ലേ? ഈ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഒരു എമൗണ്ട് വരുമല്ലോ, അത് അയാളുടെ കയ്യിൽ നിന്നും നമ്മൾ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്, അല്ലെങ്കിൽ അത് ഫോർഫീറ്റ് ചെയ്ത തുകയാണ് കാണിക്കുന്നത്. ഇപ്പോൾ 10 രൂപയുടെ ഒരു ഷെയറിന് ഫോർഫീറ്റ് ചെയ്ത തുക 5 രൂപയാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത്? 5 രൂപ അയാളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത് ഇതേ ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയാണോ ആ ഫോർഫീറ്റഡ് എമൗണ്ട്, അതിന് തുല്യമായിട്ടുള്ളത് മാക്സിമം ഡിസ്കൗണ്ട് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് 5 രൂപ ഫോർഫീറ്റ് ചെയ്ത ഷെയർ ആണെങ്കിൽ അതിൽ 5 രൂപ വരെ മാക്സിമം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം, അതിനപ്പുറത്തേക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം. മനസ്സിലായല്ലോ? അത് നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇതാണ് റീ ഇഷ്യൂ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ്. ഫോർ റീ ഇഷ്യൂ ഓഫ് ഷെയർസ് ദ ഫോളോവിങ് ജേർണൽ എൻട്രി ഈസ് റിക്വയർഡ് ടു ബി പാസ്ഡ്. ഇപ്പം താഴെ പറയുന്ന ജേർണൽ എൻട്രീസ് നമുക്ക് പാസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ കണ്ടു, റീ ഇഷ്യൂ അറ്റ് പാർ, പിന്നീട് റീ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, ആൻഡ് ഫൈനൽ വൺ ഈസ് റീ ഇഷ്യൂ അറ്റ് പ്രീമിയം. ഇനി അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യം ഇതിന് താഴെ എഴുതിയിട്ടുള്ള ഈ കാര്യമാണ്. അതായത് ഈ ഷെയറുകൾ ഒറിജിനലി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പാർ വാല്യൂവിലോ പ്രീമിയത്തിലോ ആവാം. മൂന്നിടത്തും അതേ കണ്ടീഷൻ തന്നെയാണ്. അത് സെപ്പറേറ്റ് ഇപ്പോൾ ഓരോന്നോരോന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. 3 കേസിലും നമ്മൾ ആ ഷെയറുകൾ യഥാർത്ഥ സമയത്ത് ആദ്യം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് കൊടുത്തിരുന്നത് പാർ വാല്യൂവിലാവാം, അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം. മനസ്സിലായല്ലോ? ഈ 2 കേസിലാണെങ്കിലും താഴെ പറയുന്ന ജേർണൽ എൻട്രികളാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പാർ വാല്യൂവിൽ റീഇഷ്യൂ ചെയ്യുന്നത് നോക്കാം. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ആദ്യം
ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഘട്ടം ഘട്ടമായിട്ടുള്ള ഇഷ്യൂ വന്നേക്കാം. ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, അതുപോലെ കോൾസ്, ആ രീതിയിൽ വരും. പക്ഷേ ഈ രണ്ടാമത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അതായത് റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള വിവിധ ഘട്ടങ്ങൾ ഇല്ല എന്നതാണ്. നമ്മൾ ഒറ്റയടിക്കാൻ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് കുറേ എൻട്രികളൊന്നും കാണില്ല, ഈ കാണുന്ന എൻട്രികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്, പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി വരുന്നത്? ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, കാരണം കമ്പനിക്ക് പൈസ കിട്ടുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഷെയർ ക്യാപിറ്റൽ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്തു ക്യാൻസൽ ചെയ്യുമ്പോൾ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഫോർഫിറ്റ് ചെയ്യുന്ന എൻട്രിയിലൊക്കെ ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ആണ് വന്നത്. അതിനർത്ഥം ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു എന്നർത്ഥം. ഇനി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം വേണം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഷെയർ ക്യാപിറ്റലിന് ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നു, ബാങ്കിൽ പൈസ വരും റീഇഷ്യൂ ചെയ്യുമ്പോൾ, അതിന് തുല്യമായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എൻട്രി വരിക ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. അതിന് ബ്രാക്കറ്റിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്? എത്രയാണോ നമുക്ക് റീഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയത് ആ തുകയാണ് ബാങ്കിൽ വരുന്നത്, അത് എഴുതേണ്ടുന്നത്. പിന്നെ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ പെയ്ഡ് അപ്പ് വാല്യൂ ആണ്. എത്രയാണോ ആ ഷെയറിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ, അടച്ചു തീർത്ത എമൗണ്ട് എന്ന് പറയും, ആ എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ആദ്യ കേസിൽ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്ത അത് തന്നെയാണ് ബേസിക് എൻട്രി എല്ലായിടത്തും വരുന്നത്. ഈ ബേസിക് എൻട്രിയിലേക്ക് ഒന്നുകിൽ ഒരു അഡീഷൻ വരും, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, അത് ഓൾറെഡി ഉള്ളതാണ് എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ. പിന്നീട് ഇത് ഡിസ്കൗണ്ടിലായതുകൊണ്ട് നമ്മളൊരു അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്യുന്നു, ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന പുതുതായിട്ട് ചെയ്യുന്നതല്ല, ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏത് സാഹചര്യത്തിൽ? ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ച ഈ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഏത് തുക കൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു? എത്രയാണോ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ അവിടെ ലോസ് സംഭവിക്കുന്നത്, റീഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റീഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ലോസ് എത്രയാണോ അത് വെച്ചുകൊണ്ട് നമ്മൾ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നേരത്തെ ഉള്ളത് തന്നെ പെയ്ഡ് അപ്പ് വാല്യൂ വെച്ചിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പോലും ഡിസ്കൗണ്ട് എന്ന പേരിലുള്ള ഒരു അക്കൗണ്ട് വരുന്നില്ല എന്നതാണ്. മനസ്സിലായല്ലോ? കാരണം ഡിസ്കൗണ്ടിലുള്ള ലോസിനെ നമ്മൾ ഇതേ ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ് നമുക്കവിടെ പറയാൻ പറ്റില്ല, കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടും ഇവിടെ വരുന്ന ഈ ലോസും തമ്മിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുകയും നമ്മൾ അതിനെ റിസർവ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് എഴുതേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. ഡിസ്കൗണ്ട് എന്ന അക്കൗണ്ട് വരില്ല. ഓക്കെ, ഇനി തേർഡ് കേസ്, റീ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. പ്രീമിയത്തിലാണ് റീ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ, പ്രീമിയത്തിൽ റീ ഇഷ്യൂ ചെയ്താൽ നമുക്കറിയാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒരു ഇൻകമാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയം അക്കൗണ്ടിനെ തന്നെയാണ് നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം, ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എമൗണ്ട് ഓൺ റീ ഇഷ്യൂ. എത്ര രൂപയാണോ റീ ഇഷ്യൂ ചെയ്തപ്പോൾ പ്രീമിയമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് അല്ല വരുന്നത്. ഡിസ്കൗണ്ടിന്റെ കേസിൽ മാത്രമാണ് ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് വരുന്നത്. എന്നാൽ പ്രീമിയത്തിന്റെ കേസ് വന്നാൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അതിന്റെ തന്നെ അക്കൗണ്ടാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പനിയെ സംബന്ധിച്ചോളം ഇൻകമാണ്, അത് സെപ്പറേറ്റ് റിസർവ് അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റണം. ബാക്കിയുള്ളത് പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്ന ആ സെയിം എൻട്രി തന്നെ, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. പക്ഷെ ഇതിൽ പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ട് ആയിരിക്കും വരുന്നത്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അവിടെ പെയ്ഡ് അപ്പ് വാല്യൂ, പിന്നീട് പ്രീമിയത്തിന്റെ തുക കാണിക്കും. മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അതായത് 3 സിറ്റുവേഷൻ വരും. ആ 3 സിറ്റുവേഷനിൽ വരുന്ന ജേണൽ എൻട്രീസ് ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാനുള്ളത്.
അടുത്തായിക്കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ബാലൻസ് എന്ത് ചെയ്യുന്നു എന്നൊരു പോർഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ട്രീറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഇൻ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ശരിയായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ ഷെയറുകൾ റീ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റും ചെയ്യുന്നു. ഏത് സാഹചര്യത്തിൽ ഡെബിറ്റ് ചെയ്യും? റീ ഇഷ്യൂ ചെയ്യുന്നത് ലോസിലാണെങ്കിൽ, ഡിസ്കൗണ്ടിലാണെങ്കിൽ മാത്രമാണ് അതിന് ഡെബിറ്റ് വരുന്നത്. ഓക്കെ, അല്ലാത്ത കേസിൽ ആ അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഫസ്റ്റ് കേസിലുള്ള ആ ഒരു ക്രെഡിറ്റ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ആ അക്കൗണ്ടിൽ ബാലൻസ് വരും. ബാലൻസ് വന്നാൽ അതിന് എല്ലായ്പ്പോഴും ബാലൻസ് വന്നോളണമെന്നില്ല, ചിലപ്പോൾ ഈക്വൽ ആയിട്ട് വരുന്ന കേസുകളുണ്ട്. ബാലൻസ് വന്നാൽ ആ ബാലൻസിനെ എന്ത് ചെയ്യും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ രണ്ട് സാഹചര്യങ്ങൾ വീണ്ടും വരുന്നു. ഒന്ന്, വെൻ ഓൾ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ്. എല്ലാ ഫോർഫീറ്റ് ചെയ്ത ഷെയറുകളും റീഇഷ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓൺലി എ പാർട്ട് ഓഫ് ദ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ്. ഫോർഫീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഷെയറുകളിൽ നിന്നും ഭാഗികമായ ഇഷ്യൂ മാത്രമാണ് നടത്തുന്നത്. ഇപ്പൊ രണ്ട് സിറ്റുവേഷനും ഉണ്ട്. ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെയാണ് ഈ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷനിലേക്ക് പോവാം. വെൻ ഓൾ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ്. എല്ലാ ഫോർഫീറ്റ് ചെയ്ത ഷെയറുകളും റീഇഷ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ 50 ഷെയർ ആണ് ഫോർഫീറ്റ് ചെയ്തത്, റീഇഷ്യൂ ചെയ്യുന്നതും ഇതേ 50 ഷെയറുകൾ തന്നെ. അപ്പൊ നമ്മൾ മുഴുവനായിട്ട് റീഇഷ്യൂ ചെയ്തല്ലോ. ആ സാഹചര്യത്തിൽ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ദ ബാലൻസ് ഇൻ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട്. ഈ സാഹചര്യത്തിൽ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ ബാലൻസ് എന്ത് ചെയ്യുന്നു? ബീയിങ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, അതിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയി കണക്കാക്കിക്കൊണ്ട് will be transferred to capital reserve account. അതിനെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർഫീറ്റ് ചെയ്ത മുഴുവൻ ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ബാലൻസ് വല്ലതും വരികയാണെങ്കിൽ ആ ബാലൻസിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയി കണക്കാക്കിക്കൊണ്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി ഇത് എങ്ങനെയാണ് എന്താണെന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വരുന്നുണ്ട്. ഇവിടെ മനസ്സിലാകാത്തവർക്ക് അവിടെ നോക്കാം. ഓക്കെ, ഫോർ ദിസ് ദ ഫോളോവിങ് ജേർണൽ എൻട്രി ഈസ് നെസസറി. അപ്പോൾ അത് എങ്ങനെയാണ് എൻട്രി എഴുതുന്നത് എന്നതാണ്. ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി എന്ത്? അവിടെ നമ്മൾ ഫോർഫീറ്റഡ് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ അവിടെ വീണ്ടും ബാലൻസ് കാണാം. ഓക്കെ, ആ ബാലൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിന് വീണ്ടും ഡെബിറ്റ് ചെയ്യുന്നു. അതോടുകൂടി ആ അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്ത് പോകും. ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ അതിലേക്ക് മാറ്റി. ഇപ്പോൾ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഇതാണ് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ബാലൻസ് വന്നാൽ ആ ബാലൻസിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയി പരിഗണിച്ചുകൊണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ആൻഡ് നൗ the second case. Second case എങ്ങനെയാണ്? when only a part of the forfeit shares are reissued. 50 ഷെയറുകൾ നമ്മൾ ഫോർഫിറ്റ് ചെയ്തു, കണ്ടുകെട്ടി. പക്ഷെ അതിലൊരു 20 ഷെയർ മാത്രമേ റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ ഭാഗികമായിട്ടല്ലേ റീഇഷ്യൂ. 30 ഷെയർ അവിടെ റീഇഷ്യൂ ചെയ്യാതെ കിടക്കുന്നുണ്ട്. only 20 shares are reissued for example. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ ഉണ്ടല്ലോ, ഇപ്പൊ 20 ഷെയർ ആണ് 20 ഷെയർ, അതിന്റെ മുകളിൽ നമ്മൾ അതിനാനുപാതികമായി കൊണ്ടുള്ള എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ താഴെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കാണാം. പ്രോഫിറ്റ് ഓൺ ഫോർഫീച്ചർ പ്രൊപ്പോർഷനേറ്റ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഷെയർസ് റീഇഷ്യൂ. നമ്മൾ എത്രത്തോളമാണോ ഷെയറുകൾ റീഇഷ്യൂ ചെയ്തത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിക്കൊണ്ടുള്ള പ്രോഫിറ്റ് മാത്രം അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ പ്രോഫിറ്റിൽ നിന്നും ഇതേ 20 ഷെയറുകൾ റീഇഷ്യൂ ചെയ്യാൻ എന്താണ് ലോസ് വന്നത്, അല്ലെങ്കിൽ എന്താണ് എത്രയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അമൗണ്ട് മൈനസ് ചെയ്യുന്നു. അതായത് ഇപ്പൊ 20 ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്ത സമയത്ത് അതിന്റെ പുറത്ത് മാത്രമായി നമ്മൾ റിസീവ് ചെയ്ത തുക 200 രൂപയും ഇതേ 20 ഷെയറുകൾ റീഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിട്ടുള്ള ലോസ് 50 രൂപയുമായിരുന്നുവെങ്കിൽ ആ പ്രോഫിറ്റ് ആയിട്ടുള്ള 150 നിന്നും ഇതിന്റെ റീഇഷ്യൂ ചെയ്യുന്ന ലോസ് ആയിട്ടുള്ള 200 നിന്നും റീഇഷ്യൂ ചെയ്യുന്ന ലോസ് ആയിട്ടുള്ള 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 150 എന്ന് കിട്ടും. ആ 150 ആണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതും
നമുക്ക് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇപ്പം മനസ്സിലാവാത്ത ആളുകൾക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, റീ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളുടെ ആനുപാതികമായിട്ടുള്ള പ്രോഫിറ്റ് അതിൻ്റെ പുറത്ത് മാത്രമായിക്കൊണ്ട് എത്രയാണെന്ന് നോക്കുകയും അതിൽ നിന്നും റീ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ലോസോ ഡിസ്കൗണ്ടോ മൈനസ് ചെയ്യുകയും ചെയ്തിട്ട് ബാലൻസ് വരുന്ന തുകയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ആ തുക എടുത്തിട്ടാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അല്ലാതെ ഫോർ ചെയ്ത മുഴുവൻ തുകയുടെ പുറത്തുമുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യരുത് എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ പറഞ്ഞല്ലോ, അത് ഇങ്ങനെയുള്ള ലോസോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് നേരത്തെ മനസ്സിലാക്കി. ആ തുക അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഈ ലോസും സംഭവമൊക്കെ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ബാലൻസ് കിട്ടുകയും അത് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോർഫീറ്റ് ചെയ്ത മുഴുവൻ എണ്ണവും മുഴുവൻ ഷെയറുകളും റീ ഇഷ്യൂ ചെയ്യാതെ അതിൽ നിന്ന് കുറച്ചെടുത്ത് റീ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഫോർഫീറ്റ് ചെയ്ത സമയത്തുള്ള ആ ക്രെഡിറ്റ് ചെയ്തു വെച്ചിട്ടുള്ള തുകയും ഇവിടെ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ആ ഡെബിറ്റിൽ വരുന്ന തുകയും തമ്മിൽ നോക്കിയാൽ നമുക്ക് നേരിട്ടത് മനസ്സിലാക്കാം. എന്നാൽ പാർട്ടായിട്ട് ചെയ്യുമ്പോഴാണ്, ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അത് സെപ്പറേറ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും അതത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. നമുക്ക് ഇനി അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം, അവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ ഒന്നാമത്തെ കേസ് നോക്കാം. ഒരു എക്സാമ്പിളാണ്. എ കമ്പനി ഫോർഫീറ്റഡ് 50 ഷെയർസ് ഓഫ് ₹10 each. ഞാനത് മൊത്തം വായിക്കുന്നില്ല, അതിൻ്റെ ചുരുക്കം മാത്രം പറയാം. ഒരു കമ്പനി 50 ഷെയറുകളാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തതായിരുന്നു, 10% പ്രീമിയത്തിൽ. അപ്പോൾ 1 രൂപയാണ് പ്രീമിയം വരിക. പ്രീമിയം ടു ബി കളക്റ്റഡ് അലോങ് വിത്ത് അലോട്ട്മെന്റ്. അലോട്ട്മെന്റിന്റെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യുന്നത്. ഇനി ഓൺ വിച്ച് ഫസ്റ്റ് കോൾ ഓഫ് ₹3 per share വാസ് നോട്ട് റിസീവ്ഡ്. ഇനി നമുക്കിവിടെ പറയുന്നത് ഫസ്റ്റ് കോൾ 3 രൂപ കിട്ടിയില്ല എന്നതാണ്. അപ്പോൾ പ്രീമിയം വരുന്ന അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള തുക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ വരുന്നില്ല. ഫസ്റ്റ് കോളാണ് കിട്ടാത്തത്. The company has not yet called up the second and final call, ₹2 per share. കമ്പനി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ടുള്ള 2 രൂപ വിളിച്ചിട്ടേ ഇല്ല. Give journal entries regarding forfeiture and reissue in each of the following alternative cases. നമുക്ക് താഴെ ഒരു 6ഓളം കേസസ് തന്നിട്ടുണ്ട്. ഈ ഓരോ കേസുകളിലും എങ്ങനെയാണ് റീഇഷ്യൂവിൻ്റെ എൻട്രി വരുന്നത്, അതോടൊപ്പം തന്നെ ഫോർഫീറ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രി എങ്ങനെ വരുന്നു, ഇത്രയും കാര്യങ്ങൾ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ചുരുക്കത്തിൽ 50 ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് കോൾ അടച്ചില്ല, ഫൈനൽ കോൾ വിളിച്ചിട്ടേ ഇല്ല. ഇതാണ് കണ്ടീഷൻ. ഇനി ഒന്നാമത്തെ കേസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ 50 ഷെയർ ഫോർഫീറ്റ് ചെയ്തു, അതിന് ജേണൽ എൻട്രി എഴുതണം. അതോടൊപ്പം തന്നെ ഇനി ഓരോ കേസിലും റീ ഇഷ്യൂ വരുന്നുണ്ട്. ഒന്നാമത്തെ കേസ് എന്താണ്? ഇഫ് 30 ഷെയർസ് were reissued as ₹8 paid up at ₹9 per share. എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി അതിൽ നിന്നും 30 ഷെയർ എടുത്തിട്ടാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അതായത് പാർട്ടിലി ആണ് റീഇഷ്യൂ ചെയ്യുന്നത്. ആസ് 8 paid up, അവിടെ കമ്പനി അതിൻ്റെ 10 രൂപയാണ് അവിടെ അതിൻ്റെ വില. പക്ഷെ ഇവിടെ കമ്പനി അതിനെ പെയ്ഡപ്പ് ആക്കി മാറ്റുന്ന എത്രയാണ്? 8 രൂപ പെയ്ഡപ്പ് ആയിട്ട് എടുക്കുക. 8 രൂപ പെയ്ഡപ്പ് ആക്കിയിട്ട് എടുക്കണം. അത് കൊടുക്കുന്നത് 9 രൂപക്കാണ്. അപ്പോൾ 8 രൂപ പെയ്ഡപ്പ് വാല്യൂ ഉള്ള, അതായത് ഷെയറിന്റെ വാല്യൂ കമ്പനി ഡിസൈഡ് ചെയ്ത് അതാണ് 8 രൂപയാണ് ഫുൾ വാല്യൂ. അങ്ങനെ മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? പെയ്ഡപ്പ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അത് 9 രൂപക്കാണ് കൊടുക്കുന്നത്. 9 രൂപക്ക് കൊടുക്കുന്നു. അപ്പോൾ 1 രൂപ അധികമല്ലേ? 1 രൂപ അവിടെ പ്രീമിയത്തിൽ വരുന്നു. ഇങ്ങനെയുള്ള കേസുകളാണ് 6 കേസുകളും. അപ്പോൾ ഈ ഓരോരോ കേസുകളിലും നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഈ സാഹചര്യത്തിലുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. ഇനി ഓരോ കേസുകൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് ഫോർഫീറ്റ് ചെയ്യുന്ന എൻട്രി ആണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോൾ ആണ് അടക്കാത്തത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതുന്നു? ഫൈനൽ കോൾ വരെ കമ്പനി ഫൈനൽ കോൾ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഫൈനൽ കോൾ വിളിച്ചില്ല, ഫൈനൽ കോൾ വരെയാണ് കമ്പനി
വിളിച്ചത്. ഫൈനൽ കോൾ 2 രൂപയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഷെയർ ഫോർഫിറ്റ് ചെയ്യുന്ന എൻട്രി എഴുതുന്നു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ബ്രാക്കറ്റിൽ 50 ഷെയർ ഇൻറ്റു കോൾഡ് അപ്പ് വാല്യൂ ആണ് വരിക. കോൾഡ് അപ്പ് എത്രയാണ്? 8 ആണ്. ഫൈനൽ കോൾ വിളിച്ചില്ലല്ലോ, ഫസ്റ്റ് കോൾ വരെ കമ്പനി വിളിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 50 × 8 400. 2 അടക്കാത്ത തുക ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഷെയർ ഫസ്റ്റ് കോൾ അടച്ചില്ല. 50 × 3 രൂപ വെച്ച് അടച്ചില്ല. 150. അടക്കാത്തത് 1 മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഫൈനൽ കോൾ ഇല്ല, വിളിച്ചില്ല. അതുകൊണ്ട് ആ ഒരെണ്ണമേ വരുന്നുള്ളൂ. അതോടുകൂടെ അത് അവസാനിച്ചു. ഇനി നമ്മൾ എന്താ എഴുതുന്നു? ഫോർഫിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നു. ടു ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ 50 × ഇയാൾ ഇതുവരെ എത്ര അടച്ചു എന്നാണ് അതിൽ കാണിക്കേണ്ടത് അല്ലേ. ഫൈനൽ കോൾ 2 രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് കോള് 3 രൂപയാണെന്നും പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ 5 രൂപയായല്ലോ. അപ്പൊ ബാക്കിയുള്ളത് അയാൾ അടച്ചതാണ്. അലോട്ട്മെന്റ് വരെയുള്ള ബാക്കി 10 രൂപയിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന 5 രൂപയായിരിക്കും. മൊത്തം വാല്യൂ 10 രൂപയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ അടക്കാത്തത് ഏതായിരുന്നു? ഒരു 2 രൂപയും പിന്നെ ഒരു ഫസ്റ്റ് കമ്പനി വിളിക്കാത്തതാണത്. ബാക്കി 3 രൂപയും. അപ്പൊ 5 രൂപയാണ് ഫസ്റ്റ് കോളിനും ഫൈനൽ കോളിനുമായിട്ട് വരുന്നത്. അപ്പൊ ബാക്കി വരുന്ന 5 രൂപയായിരിക്കും അയാൾ അടച്ചത്. അങ്ങനെ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ 50 × 5 250 എന്ന് എഴുതുന്നു. അപ്പൊ ഫോർഫിറ്റ് ചെയ്യുന്ന എൻട്രി എഴുതി. ഫോർഫിറ്റ് ചെയ്യുന്ന എൻട്രി ഒരു തവണ എഴുതിയാൽ മതി. കാരണം ഓരോ സമയവും ഫോർഫിറ്റ് ചെയ്യുന്നില്ല, ഒരു തവണ ഫോർഫിറ്റ് ചെയ്യുന്നു. അതിന് കേസിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണ്. റീ ഇഷ്യൂ ചെയ്യുന്നതിലാണ് വേരിയേഷൻ വരുന്നത്. ഇനി റീ ഇഷ്യൂ ചെയ്യുന്ന കേസ് എന്ത് പറഞ്ഞു? ഒന്നാമത്തെ കേസിൽ 30 ഷെയർ എടുത്തിട്ടാണ് റീ ഇഷ്യൂ ചെയ്യുന്നത്. 8 രൂപ പെയ്ഡപ്പ് ആക്കിയിട്ട് 9 രൂപക്ക് കൊടുക്കുന്നു. അതായത് അതിന്റെ ആക്ച്വൽ വാല്യൂ അപ്പോൾ 8 ആക്കിയിട്ട് മാറ്റാണ് കമ്പനി. 8 ഉള്ളത് 9 കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് സിറ്റുവേഷനാണ്? റീ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന കണ്ടീഷനാണ്. നമ്മൾ നേരത്തെ 3 ഓപ്ഷൻ കണ്ടല്ലോ. റീ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അപ്പോൾ റീ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആകുമ്പോൾ ആ സന്ദർഭത്തിൽ ജേണൽ എൻട്രി എഴുതണം. എന്താണ് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കേസ് 1 ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് പ്രീമിയത്തിലായതുകൊണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്ര വരും? 30 × സിമ്പിളാണ്. 30 × 30 എണ്ണം വിറ്റു അല്ല റീ ഇഷ്യൂ ചെയ്തു. 9 രൂപയ്ക്ക് എന്ന് പറഞ്ഞില്ല. അപ്പോൾ 30 × 9 270. ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അതിന്റെ പേഡപ്പ് വാല്യൂ ആണ്. എത്രയാണ് പേഡപ്പ് ആക്കിയിട്ടുള്ളത്? 8 ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 30 × 8 240. ബാക്കി 30 രൂപ 30 എണ്ണത്തിന്റെ പുറത്ത് 1 രൂപ വെച്ച് പ്രീമിയം വരും. 9 രൂപക്കല്ലേ കൊടുത്തേ. അപ്പോൾ 1 രൂപ പ്രീമിയം. 30 × 1 30 രൂപ പ്രീമിയം കിട്ടും കമ്പനിക്ക്. ഇതാണ് റീ ഇഷ്യൂ. റീ ഇഷ്യൂ സിമ്പിൾ ആണ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഇഷ്യൂ ചെയ്യുന്ന കണ്ടീഷൻ നോക്കിയിട്ട് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ നോക്കിയാൽ മതി. ഇത് പ്രീമിയത്തിലാണ്. അത് എഴുതി. ഇനി ഈ എൻട്രി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണ്? ഇവിടെ നോക്കിയ ഈ ആദ്യത്തെ എൻട്രി ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എത്ര കിടക്കുന്നുണ്ട്? 250 രൂപയാണ് കിടക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? 50 ഷെയറിന്റെ പുറത്ത് 5 രൂപ വെച്ചിട്ട് ഓൾറെഡി ഇയാളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു എന്നാണല്ലോ. അപ്പൊ കമ്പനിക്ക് ഒരു 250 രൂപ അവിടെ ലാഭം കിട്ടിയ പോലെ കിടക്കുന്നുണ്ട്. അയാളെ കയ്യിൽ നിന്ന് കിട്ടിയത് പോലെ കിടക്കുന്നുണ്ട് അല്ലേ. ഇത് കമ്പനി തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ. ഇനി ഇതേ ഷെയറുകൾ കമ്പനി റീ ഇഷ്യൂ ചെയ്തു. ഇതിൽ നിന്ന് 30 ഷെയർ എടുത്തിട്ടാണ് റീ ഇഷ്യൂ ചെയ്തത്. അപ്പൊ ഈ 30 ഷെയർ എടുത്ത് റീ ഇഷ്യൂ ചെയ്തപ്പോൾ എന്തെങ്കിലും ലോസ് വന്നോ? 30 ഷെയർ റീ ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ലോസോ ഡിസ്കൗണ്ടോ വന്നോ? ഇല്ല. ഒരു ലോസും ഒരു ഡിസ്കൗണ്ട് കമ്പനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ 30 ഷെയറിന്റെ പുറത്ത് കിട്ടിയിട്ടുള്ളത് 5 രൂപ വെച്ചിട്ട് എത്ര ഉണ്ടായിരിക്കും? 150 രൂപ ഉണ്ടാവും. 50 എണ്ണത്തിന്റെ പുറത്താണല്ലോ 5 രൂപ വെച്ച് 250 വരുന്നത്. അപ്പൊ 30 എണ്ണത്തിന് കണക്കാക്കിയാൽ എത്ര വരും? 30 × 5 150 വരും. അപ്പൊ ഈ ഒരു 150 രൂപ നമ്മൾ എടുക്കുന്നു. അതിന് യാതൊരു കേടും തന്നെ സംഭവിച്ചിട്ടില്ല. അത് അതുപോലെ ഉണ്ട്. അപ്പൊ ഈ 30 എണ്ണത്തിന്റെ പുറത്ത് റീ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ആ 30 എണ്ണത്തിന്റെ പുറത്ത് ഓൾറെഡി റിസീവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 150 രൂപയും എടുക്കാം. ആ 150 എടുത്തിട്ട് അത് കംപ്ലീറ്റ് നമുക്ക് ഈ ഇടപാടിൽ വന്നിട്ടുള്ള പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുകയാണ്. അത് സാധാരണ പ്രോഫിറ്റ് അല്ല, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. എന്നിട്ട് ആ എമൗണ്ടിനെ നമ്മൾ ഏതിലേക്ക് മാറ്റുന്നു? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു.
അപ്പൊ റീഇഷ്യൂ ചെയ്യുന്നത് വരെ ആ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് തൊടാൻ പറ്റില്ല. ഇവിടെ റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ 30 എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള തുക എടുത്തുകൊണ്ട് ഏതിലേക്ക് മാറ്റാം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഇതാണ് ഇതിന്റെ തിയറി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ എൻട്രി എഴുതി കണ്ടല്ലോ, ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ 30x5. അത് ആ 30x5 വന്നത് എങ്ങനെയാണ്? നമ്മൾ 30 ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് 5 രൂപ ഓൾറെഡി റിസീവ് ചെയ്തു. അപ്പൊ അത് നമ്മൾ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി ക്രെഡിറ്റ് കിടക്കുന്നുണ്ട് 250, അതിൽ നിന്ന് നമ്മൾ ഒരു ഡെബിറ്റ് കൊടുത്തു 150. എവിടേക്ക് പോകുന്നു? ക്യാപിറ്റൽ റിസർവിലേക്ക് പോകുന്നു 150. അപ്പോൾ അവിടെ നരേഷൻ ചെയ്ത ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓൺ 30 ഷെയർസ് റീഇഷ്യൂഡ്. 30 ഷെയറുകൾ റീഇഷ്യൂ ചെയ്തു. അതിന്റെ പുറത്ത് അപ്പോൾ ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്? 150 തന്നെയാണ് പ്രോഫിറ്റ് വരിക. അവിടെ ഒന്നും മൈനസ് ആവാനില്ല. ഫുൾ എമൗണ്ടും പ്രോഫിറ്റ് തന്നെയാണ്. 30 എണ്ണത്തിന്റെ പുറത്ത് 5 രൂപ വെച്ച് കിട്ടിയ മുഴുവനും നമുക്ക് പ്രോഫിറ്റ് തന്നെ. അതൊന്നും ഒരു ലോസും തന്നെ പറ്റിയിട്ടില്ല. കാരണം രണ്ടാമത് റീഇഷ്യൂ ചെയ്ത് പ്രീമിയത്തിലും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ദർ ഇസ് നോ എനി ലോസ്. സോ വി ഹാവ് ടു ട്രാൻസ്ഫർ ദി എൻറ്റയർ എമൗണ്ട് റിസീവ്ഡ് ഓൺ 30 ഷെയർസ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. മനസ്സിലായല്ലോ? ഇതാണ് കേസ് 1. ഇനി കേസ് 2ലേക്ക് പോവാം. കേസ് 2 പറഞ്ഞത് നമ്മളോട് ഇങ്ങനെയായിരിക്കും. അതായത് 8 രൂപ, ഇത് തന്നെ 30 ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നു. 8 പെയ്ഡപ്പ് ആക്കിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്, 8 രൂപക്ക് തന്നെ. അപ്പൊ 30 ഷെയറുകൾ 8 രൂപ പെയ്ഡപ്പ് ആക്കി 8 തന്നെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? റീഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിലാണ്. അതായത് 8 രൂപ ആക്കിയിട്ടുള്ള ഷെയറുകൾ 8 രൂപക്ക് തന്നെ കൊടുക്കുന്നു. അവിടെ പ്രീമിയവും ഇല്ല, ഡിസ്കൗണ്ടും ഇല്ല. അപ്പൊ അത് പാർ വാല്യൂവിലാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ആ ഒന്നാമത്തെ കേസിലെ ജേണൽ എൻട്രിയാണ് ബേസിക് എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ദാറ്റ്സ് ഓൺലി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ ബ്രാക്കറ്റിൽ ഏതാ? ബാങ്ക് അക്കൗണ്ടിൽ എത്ര വരും? 30 × 8 രൂപയാണെന്ന് പറഞ്ഞത്. 30 × 8 240 രൂപ കമ്പനിക്ക് കിട്ടുന്നു. അതിന് തുല്യമായ ഷെയർ ക്യാപിറ്റൽ അവിടെ ഉണ്ടാവുന്നു 240. ഓക്കെ, ഈ എൻട്രി എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി എഴുതേണ്ടി വരും. അത് നോക്കണം, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അല്ലാതെ അത് ക്വസ്റ്റ്യനിൽ പറയില്ല കേട്ടോ. നമ്മൾ അതിനോട് കൂടെ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എഴുതി നിർത്തരുത്. ഇനി മാറ്റുന്ന എൻട്രി. ഇപ്പൊ ഇവിടെ 30 ഷെയർ റീഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് ലോസോ എന്തെങ്കിലും ഉണ്ടായോ, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അവിടെ നമ്മൾ നോക്കുക, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും പറയാനുള്ളത്. ഇപ്പൊ 30 ഷെയർ എടുത്ത് നമ്മൾ റീഇഷ്യൂ ചെയ്തു. ഈ 30 ഷെയറിന് ഓൾറെഡി നമുക്ക് എത്ര കിട്ടിയിരുന്നു? ആ ഫോർഫിറ്റ് ചെയ്ത ഭാഗത്തേക്ക് വരെ വീണ്ടും അവിടെ നമുക്ക് 50 ഷെയർ നമ്മൾ 250 രൂപക്ക് ഫോർഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഷെയർ 5 രൂപ വെച്ചിട്ട്. അപ്പൊ ഇത് ഇവിടെ നിന്ന് 30 ഷെയർ റീഇഷ്യൂ ചെയ്യുമ്പോൾ 30 × 5 വീണ്ടും വരും. 30 × 5 150. ഇത് വേറെ കേസാണ് കേട്ടോ. ഓൾറെഡി ഒന്ന് കൊടുത്തു പിന്നെ കൊടുക്കാണ്ടാവുമോ അങ്ങനെ ചോദിക്കരുത്. ഇത് കേസ് വേറൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കേസ് പറഞ്ഞ് തീർന്നു. ഇനി രണ്ടാമത്തെ സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ എത്ര വരും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ എത്ര എടുക്കും? 30 ഷെയറാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ 30 എണ്ണത്തിന്റെ പുറത്തുള്ള 5 രൂപ വെച്ച് എടുക്കുന്നു. അപ്പൊ നമുക്ക് 150 രൂപയാണ് അത് ആനുപാതികമായിട്ട് കിട്ടുക. ഈ 150നും ഇവിടെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. കാരണം റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലല്ല. അതുകൊണ്ട് ഇതിൽ നിന്നൊന്നും തന്നെ നഷ്ടം സംഭവിക്കുന്നില്ല. ആ മുഴുവൻ തുകയും നമുക്ക് ലാഭമായിട്ട് അവിടെ വരുന്നു. ഓക്കെ, അതുകൊണ്ട് അതിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ക്യാപിറ്റൽ റിസർവിലേക്ക് ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. നേരത്തെ പ്രീമിയത്തിൽ ട്രാൻസ്ഫർ ചെയ്ത അതേ എമൗണ്ട് തന്നെയാണ് ഇവിടെയും വരാം. അപ്പോൾ അതേ ജേണൽ എൻട്രി തന്നെ വരും. ലാസ്റ്റ് വന്ന് നോക്കിയേ, ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അവിടെ 30 × 5 150. ഇത് തന്നെയാണ് നേരത്തെ എവിടെ വന്നത്? കേസ് 1ലും വന്നത്, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ പാർ വാല്യൂവിലോ പ്രീമിയത്തിലോ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെ ലോസ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഇതിന്ന് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രീമിയത്തിലോ അല്ലെങ്കിൽ പാർ വാല്യൂവിലോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ലോസ് സംഭവിക്കില്ല. അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്ന ആ തുക, ആ ഷെയറിന്റെ പുറത്ത് നേരത്തെ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട്, ആനുപാതികമായിട്ടുള്ള എമൗണ്ട് മുഴുവനായിട്ടും തന്നെ കമ്പനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വരും. ആ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദ കേസ് 2. നൗ കേസ് 3. കേസ് 3യിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇതുപോലെ തന്നെ 8 രൂപ പെയ്ഡപ്പ് ആക്കുന്നു. എന്നിട്ട് 7 രൂപക്കാണ് കമ്പനി കൊടുക്കുന്നത്. 30 ഷെയറിനെയാണ് റീഇഷ്യൂ കേട്ടോ. റീഇഷ്യൂ ചെയ്യുന്ന 30 ഷെയറുകൾ തന്നെ 8 രൂപ പെയ്ഡപ്പ് ആക്കിയിട്ട് 7 രൂപക്ക് കമ്പനി റീഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ എന്താ അതൊന്ന് മനസ്സിലാവുന്നത്?
8 രൂപയുടെ ഷെയർ 7 കൊടുക്കുന്നു എന്നതാണ്. അപ്പൊ അവിടെ എന്ത് വരുന്നു? ഡിസ്കൗണ്ട് വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു രീതിയാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി എഴുതാം. ഡിസ്കൗണ്ടിൽ വരുന്നതിന്റെ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണല്ലോ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി. നമ്മൾ ആദ്യ ഭാഗത്ത് ആ സ്ലൈഡിൽ 3 കേസുകൾ പറഞ്ഞില്ല, അതിലെ രണ്ടാമത്തെ കേസിലാണ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ടിൽ കൊടുത്താൽ എൻട്രി ഇതാണ്. എൻട്രി അങ്ങ് എഴുതുക, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് ഫില്ല് ചെയ്യാം. എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ ഡിസ്കൗണ്ട് ആവുകൊണ്ട് ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു? ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എമൗണ്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൽ എത്ര വരും? 7 കൊടുത്തത്. അപ്പോൾ ആളുകൾ 30 × 7 അടക്കുള്ളൂ. 30 × 7, 30 ഷെയർസിന്റെ പുറത്ത് 7 രൂപ വെച്ച് 210 രൂപ കിട്ടി. പിന്നെ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്നുള്ളതിന് ഡെബിറ്റ് വരും. അതായത് ഇതെന്താണ് ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എഴുതുക? എത്രയാണോ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തത് എന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ 30 ഷെയറിന്റെ പുറത്ത് 1 രൂപ വെച്ച് ഡിസ്കൗണ്ട് കൊടുത്തു, 30. അപ്പോൾ കമ്പനിക്ക് ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഡെബിറ്റ് വരും. പക്ഷെ ഇവിടെ ഫോർഫിറ്റ് കേസ് ആയതുകൊണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ള പേരിലല്ല എഴുതുക, ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്ന പേരിലാണ് എഴുതുന്നത്. അതിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ആ അക്കൗണ്ട് ഡെബിറ്റ് വരുന്നത്. കാരണം ഓൾറെഡി ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കിടക്കുന്നില്ലേ. പിന്നെ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും എഴുതുന്നത് എന്താണ്? പെയ്ഡ് അപ്പ് വാല്യൂ ആണ്. അപ്പോൾ 30 × 8 240. ഇപ്പോൾ 2 ഭാഗവും തുല്യമായല്ലോ. ഇനി നമ്മൾ ഈ സാഹചര്യത്തിലും റീ ഇഷ്യൂ ചെയ്തതിലെ ലാഭമുണ്ടോ എന്ന് നോക്കണം. അപ്പൊ എങ്ങനെ നോക്കാം? നേരത്തെ ഫോർഫീറ്റ് ചെയ്ത സമയത്ത് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? ഞാനിങ്ങനെ തിരിച്ച് ആ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ കണ്ടോ, ഷെയർസ് ഫോർഫീറ്റ് അക്കൗണ്ടിൽ 50 ഷെയറിന്റെ പുറത്ത് 5 രൂപ വെച്ച് നമുക്ക് 250 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും 30 ഷെയർ എടുത്തിട്ടാണ് നമ്മൾ റേഷ്യോ ചെയ്യുന്നത്. അപ്പോൾ 30 ഷെയർ എടുക്കുമ്പോൾ 30 ഷെയറിന് ആനുപാതികമായിട്ട് എത്ര കമ്പനി റിസീവ് ചെയ്തിട്ടുണ്ടാവും? 30 × 5 150 കിട്ടിയിട്ടുണ്ടല്ലോ. ഈ 30 ഷെയറിന്റെ പുറത്ത് ഓൾറെഡി കമ്പനിക്ക് 150 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ഷെയറിൽ നിന്ന് 30 രൂപ നമുക്ക് ലോസ് വരുന്നുണ്ട് അല്ലെ? 30 രൂപ ഡിസ്കൗണ്ടിലേ കൊടുക്കുന്നത്. അപ്പൊ 150 രൂപ ഓൾറെഡി കിട്ടിയിട്ടുള്ള ആ ഷെയറുകളിൽ നിന്നും 30 രൂപ നമ്മൾ നഷ്ടം സഹിച്ചുകൊണ്ടാണ് റേഷ്യോ ചെയ്യുന്നത്. അപ്പൊ നെറ്റ് എഫക്ട് എത്ര വരും? 150 നമുക്ക് കിട്ടി, 30 ലോസ്. അപ്പൊ വീണ്ടും നമ്മുടെ കയ്യിൽ 120 ഉണ്ടല്ലോ. ആ 120 ആണ് ഈ റീഇഷ്യൂ ചെയ്ത സമയത്തുള്ള ലാഭം ബാക്കിയുള്ളത്. മറ്റേ കേസിലൊക്കെ നമുക്ക് 150 ഫുള്ളായിട്ട് ലാഭമായിട്ട് കിട്ടിയിരുന്നു. കാരണം എന്താ? അവിടെ റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ലോസ് ഒന്നും വന്നില്ല. ഇവിടെ 150 രൂപ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഷെയറുകൾ നമ്മൾ റീഇഷ്യൂ ചെയ്തത് 30 രൂപ നഷ്ടത്തിലാണ്. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് എത്രയാണ്? 120 ആണ്. അതുകൊണ്ട് ആ 120 രൂപയെ നമുക്ക് ഇവിടെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കിട്ടുള്ളൂ? ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കിട്ടുള്ളൂ. ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ. അവിടെ കണ്ടോ ബ്രാക്കറ്റിൽ എഴുതി 30 × 5 150 എന്ന് വരും. ഇത് -30. ആ 30 ഇവിടെ വന്ന 30 ആണ്. അങ്ങനെ ചെയ്താൽ 120 എന്ന് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ഈ സാഹചര്യത്തിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എത്രയേ കാണുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യാൻ 120 കാണുള്ളൂ. ക്ലിയർ? അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നൗ കേസ് 4. കേസ് 4ലേക്ക് വരാം. കേസ് 4ൽ വരുന്നത് ഇതേപോലെ തന്നെ 30 ഷെയറുകൾ നമ്മൾ റീ ഇഷ്യൂ ചെയ്യുന്നു. പെയ്ഡ് അപ്പ് വാല്യൂ 8 രൂപ. അതായത് നമ്മൾ 8 രൂപയാക്കി, ഷെയർ 8 രൂപയായി അതിന്റെ വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ട് 30 ഷെയറുകൾ റീ ഇഷ്യൂ ചെയ്യുന്നു. ഈ റീ ഇഷ്യൂ ചെയ്ത എമൗണ്ട് എത്രയാണ്? 3 രൂപ. 3 രൂപക്കാണ് റീ ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ മുകളിൽ കൊടുത്ത എത്രയായിരുന്നു? 7 രൂപക്കായിരുന്നു. അവിടെ 1 രൂപ ഡിസ്കൗണ്ട് കണ്ടു. ഇവിടെ നമ്മൾ 8ന്റെ ഷെയർ 3-ന് കൊടുത്തു. അപ്പൊ എത്ര ഡിസ്കൗണ്ട് വരുന്നുണ്ട്? 5 രൂപ ഡിസ്കൗണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ മുമ്പത്തെ അതേ കേസ് തന്നെയാണ് ഇവിടെ. കേസ് 3 ഈക്വൽസ് കേസ് 4. ഡിസ്കൗണ്ടിന്റെ കാര്യത്തിൽ, എമൗണ്ടുകളല്ല, ഡിസ്കൗണ്ടിന്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി റിപ്പീറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. മനസ്സിലായല്ലോ? ഇതേ സെയിം എൻട്രി തന്നെ വരും. എമൗണ്ട് ആണ് ഇനി നോക്കേണ്ടത്. ബാങ്കിൽ എത്ര വരും? 30 × റേഷ്യോ ചെയ്യുന്ന 3 രൂപക്കാന്ന് പറഞ്ഞാൽ അപ്പൊ 30 × 3 വരുള്ളൂ. 30 × 3 90 രൂപയെ കിട്ടുള്ളൂ. പിന്നെ ലോസ് വരുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എത്ര ഡിസ്കൗണ്ട് വരിക? 5 രൂപയാണ് ഒരു ഷെയറിന്റെ പുറത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. 5 രൂപ. ആ 5 രൂപ വരെ മാത്രമേ കൊടുക്കാനും പറ്റുള്ളൂ കേട്ടോ. അതൊരു മാക്സിമം എമൗണ്ട് ആണ്. ഈ 5-നപ്പുറം ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ തിയറി പറഞ്ഞു. കാരണം ഈ ഒരു ഷെയറിന്റെ പുറത്ത് നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 5 രൂപയാണ് റിസീവ് ചെയ്തിട്ടുള്ളത് അയാളിൽ നിന്നും. നമ്മൾ ഫസ്റ്റ് എൻട്രി എഴുതിയില്ലേ? ഫോർഫിറ്റ് ചെയ്യുന്ന എൻട്രിയിൽ 50 ഷെയറിന്റെ പുറത്ത് 5 രൂപ വെച്ചിട്ടല്ലേ കിട്ടിയെന്ന് പറഞ്ഞേ.
അപ്പൊ ഇവിടെ നേരത്തെ ഉള്ള ഷെയർ ഹോൾഡർ അടച്ചത് പരമാവധി 5, അതുകൊണ്ട് റീഇഷ്യൂ ചെയ്യുന്ന തുകയും പരമാവധി 5 വെച്ച് ഡിസ്കൗണ്ട് അനുവദിക്കാവൂ. ഇവിടെ 6 രൂപ അതിന് കൊടുക്കാൻ പാടില്ല. ഇത് 6 രൂപ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റൂല. ഈ ഷെയർ പരമാവധി കൊടുക്കാവുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? 5 രൂപയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 5 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 × 5 എത്രയാണ്? 150 രൂപയാണ് ലോസ് വന്നത്. 150 രൂപ ലോസ് വന്നു. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ 30 ഷെയറിന്റെ പുറത്ത് നമുക്ക് പഴയ ഷെയർ ഹോൾഡർ അടച്ചു തന്ന തുക എത്രയായിരുന്നു? 30 × 5 തന്നെയായിരുന്നു. 150 കിട്ടിയത്. അപ്പൊ 150 രൂപയായിരുന്നു പഴയ സമയത്ത് ആദ്യകാലത്ത് ഇതിന്റെ പുറത്ത് കമ്പനിക്ക് കിട്ടിയ തുക. 30 × 5 ആണ്. ഇവിടെ രണ്ടാമത് റീഇഷ്യൂ ചെയ്തപ്പോഴും വന്ന ലോസും എത്രയാണ്? 150 ആണ്. അപ്പൊ 150 കിട്ടി ലാഭമായിട്ട്. ലാഭം എന്ന് പറയാൻ പറ്റില്ല, 150 നമ്മൾ റിസീവ് ചെയ്തു. ഇതേ ഷെയറുകൾ റീഇഷ്യൂ ചെയ്തപ്പോൾ 150 നമുക്ക് പോവുകയും ചെയ്തു. അപ്പൊ 150 - 150 നില്ലാണ് വരിക, 0. അപ്പൊ ഈ കേസിൽ, ഈ റീഇഷ്യൂ ചെയ്യുന്ന കേസിലെ പ്രോഫിറ്റ് ഓൺ ഫോർഫീച്ചറും ലോസ് ഓൺ റീഇഷ്യൂവും തുല്യമാണ്. സോ ദർ ഇസ് നോ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി വരില്ല എന്നർത്ഥം. ആ എൻട്രി എഴുതിയാൽ ഒന്നും ഉണ്ടാവില്ല, 0 തുകയാണ്. അപ്പൊ 0 ആകുമ്പോൾ എഴുതൂല. അപ്പൊ മുകളിലെ കേസുകളിലൊക്കെ നമ്മൾ ക്യാപിറ്റൽ റിസർവിന്റെ എൻട്രി എഴുതിയിരുന്നല്ലോ. ഈ 4ാമത്തെ കേസിൽ ഒരു എൻട്രി മാത്രമായിട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ റിസർവിന്റെ എൻട്രി ഇല്ല. മനസ്സിലായല്ലോ എന്തുകൊണ്ടില്ല? ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ, കാരണം 150 രൂപ നമുക്ക് കിട്ടി, അതേ 150 നമുക്ക് ഇവിടെ ലോസ് ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോ ഈക്വൽ ആണ്. ഓക്കെ, ഇനി 5ാമത്തെ കേസിലേക്ക് പോവാം. 5ാമത്തെ കേസ് പറഞ്ഞത് 30 ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നു. അവിടെ ഫുള്ളി പെയ്ഡ് ആയിട്ട് 10 രൂപയായിട്ട് കൺസിഡർ ചെയ്യാണ്. 10 രൂപ ഫുള്ളി പെയ്ഡ് ആയിട്ട് ആക്കുന്നു ഷെയറിനെ. ഇതുവരെയൊക്കെ നമ്മൾ ഫുള്ളി പെയ്ഡ് 8 രൂപ എന്നല്ലേ പറഞ്ഞത്. ഇനി ഇവിടെ ഫുള്ളി പെയ്ഡ് ആക്കുന്നത് 10 രൂപക്കാണ്. എന്നിട്ട് അത് 5 രൂപക്കാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ 10 രൂപ ഫുള്ളി പെയ്ഡ് ആക്കിയിട്ട് 5 രൂപക്കാണ് റീ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും എന്ത് വന്നു? ഡിസ്കൗണ്ട് വന്നു. 10 രൂപന്റെ ഷെയറിന് 5-നല്ലേ കൊടുക്കുന്നേ. അപ്പൊ 5 രൂപ ഡിസ്കൗണ്ട് വന്നില്ലേ? ഓക്കെ, അപ്പൊ 10 രൂപയുള്ള ഷെയർ 5 രൂപക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നു. അപ്പൊ മുകളിലുള്ള എൻട്രി റിപ്പീറ്റ് ചെയ്യും. ഡിസ്കൗണ്ട് കേസ് ആണ്. അപ്പൊ എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ബാങ്കിൽ എത്ര വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര വരും? 30 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് മാറ്റില്ല. 30 × കൊടുത്തത് 5 രൂപക്കാന്ന് പറയുമ്പോൾ 30 × 5 150 രൂപ വരും. ഓക്കെ, പിന്നെ ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് വരും. കാരണം റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ട് തുക 5 രൂപയാണ്. അപ്പോൾ മുമ്പത്തെ അതേ എക്സ്പ്ലനേഷൻ തന്നെ, ഇവിടെ മാറ്റമൊന്നുമില്ല. 30 ഷെയറിന്റെ പുറത്ത് 5 രൂപ വെച്ചിട്ട് ഡിസ്കൗണ്ട് വെച്ച് 150 രൂപ നമുക്ക് ഡിസ്കൗണ്ട് പോകുന്നു. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 30 × 10 വരും. നേരത്തെ 8 ആയിരുന്നു. അവിടെ പേഡപ്പ്, അവിടെ 8 ആയിരുന്നു. ഇവിടെ പേഡപ്പ് 10 ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ 10 വരും. 30 × 10 300. മനസ്സിലായല്ലോ? ഇവിടെ നോക്കാനുള്ള കാര്യവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാൻ തുകയില്ല. കാരണം ഫോർഫിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് 30 × 5 ആണല്ലോ. നേരത്തെ മുകളിൽ ഫോർഫിറ്റ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടാവും. 30 ഷെയറിന്റെ പുറത്ത് 5 രൂപ വെച്ചല്ല റിസീവ് ചെയ്ത്. അപ്പൊ 150 രൂപ നമ്മൾ മനസ്സിലാക്കി. ഇതേ 150 തന്നെയാണ് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ കേസ് 4-ലും കേസ് 5-ഉം ഈക്വൽ ആണ്. കേസ് 4-ഉം കേസ് 5-ഉം ഡിസ്കൗണ്ട് എമൗണ്ടിന്റെ കാര്യത്തിൽ ഈക്വൽ ആണ്. ഡിസ്കൗണ്ട് എമൗണ്ടിന്റെ കാര്യത്തിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ 2 കേസുകളിലും എന്ത് വരുന്നില്ല? ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇല്ല. അതുകൊണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഇവിടെ കാണില്ല. ഓക്കെ, ഇനി 6ാമത്തെ കേസാണ്. 6ാമത്തെ കേസിൽ 50 ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഇതുവരെ 5 കേസിലും 30 ഷെയർ ആയിരുന്നു. അതായത് പാർട്ടായിട്ടായിരുന്നു റീഇഷ്യൂ ചെയ്തിരുന്നത്. ഇനി 6ാമത്തെ കേസിൽ മുഴുവൻ ഷെയറുകളും ഒറ്റയടിക്ക് റീഇഷ്യൂ ചെയ്യാണ്. അപ്പൊ എങ്ങനെ വരും നോക്കാം. അവിടെ കണ്ടീഷൻ, ഈ 50 ഷെയറുകളും 10 രൂപ ഫുള്ളി പേഡപ്പ് ആക്കി 6 രൂപക്കാണ് കൊടുക്കുന്നത്. 50 ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നു. ഷെയറിന്റെ വാല്യൂ തീരുമാനിച്ചു വെച്ചാൽ എത്രയാണ്? 10 രൂപയാക്കിയിട്ട് മാറ്റി. പേഡപ്പ് വാല്യൂ അത് ഫുള്ളി പേഡപ്പ്. അതിന്റെ ഒറിജിനൽ 10 രൂപയാണല്ലോ. ആക്ച്വൽ ആ ഷെയറുകൾ പണ്ട് കാലത്ത് കൊടുത്ത് 10 രൂപക്കാണ്. അപ്പൊ അതിനെ തന്നെ ഫുള്ളി പേഡപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതിന്റെ യഥാർത്ഥ വാല്യൂയിലേക്ക് അതിനെ പേഡപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. 10 രൂപയാണ്. അത് 6 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പൊ 10-ൻ്റെത് 6-ന് കൊടുത്താൽ 4 രൂപ ഡിസ്കൗണ്ട് ആണ്. റൈറ്റ്, 10 6-ന് കൊടുത്താൽ 4 രൂപ ഡിസ്കൗണ്ടിൽ വരും. ഈ കേസിലും ഡിസ്കൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് വരുമ്പോൾ മുകളിലുള്ള അതേ എൻട്രി തന്നെ വരും, എമൗണ്ടിലെ മാറ്റാണ്.
കേസ് 4, കേസ് 3, 4, 5, 6 എല്ലാം ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ എൻട്രികളെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇത് കുറേ പഠിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരേ എൻട്രി തന്നെയാണ് എല്ലായിടത്തും വരിക. എമൗണ്ടിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് എത്ര വരും? 50 ഷെയറുകൾ 6 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 50 × 6 300 രൂപ ബാങ്കിൽ വരുന്നു, കിട്ടുന്നു. പിന്നെ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ആണ് ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട്. എത്ര ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? 50 × 4 200 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, കാരണം 10 × 6 കൊടുക്കുന്നത്, 4 രൂപ ഡിസ്കൗണ്ട്. 2 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഫുള്ളി പെയ്ഡ് ആണ്. അപ്പോൾ 10 രൂപ എടുക്കും. 50 × 10 500. ഇനി നമ്മൾ നോക്കേണ്ടുന്നത് ഇവിടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 50 ഷെയറിന്റെ പുറത്ത് നേരത്തെ റിസീവ് ചെയ്ത് വെച്ച എമൗണ്ട് എത്രയാണ് ഫോർഫിറ്റ് ചെയ്യുന്ന ആദ്യത്തെ എൻട്രിയിൽ നമ്മൾ കണ്ടല്ലോ. 50 × 5 250 രൂപ കിട്ടി എന്ന് പറഞ്ഞേ, 250 രൂപ കിട്ടി. ഇനി ഈ 50 ഷെയറുകൾ മുഴുവനായിട്ട് തന്നെ നമ്മൾ റീഇഷ്യൂ ചെയ്യാണ്. ഇവിടെ മുഴുവനായിട്ട് റീഇഷ്യൂ ചെയ്യുമ്പോൾ ലോസ് വന്ന എത്രയാണ്? ഇവിടെ 200 കണ്ടോ, 200 ലോസ് അല്ലേ. അപ്പൊ 250 നമ്മൾ റിസീവ് ചെയ്യുകയും അതിൽ 200 ലോസ് ആവുകയും ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ അവിടെ ബാലൻസ് എത്ര വരും? 50 രൂപയല്ലേ ബാലൻസ് വരുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഇങ്ങനെ 30 മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. മൊത്തത്തിൽ നമുക്ക് കിട്ടിയത് 250. അത് മൊത്തത്തിൽ റീഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വന്ന ലോസ് 200. നേരെ അത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. തെറ്റാനൊന്നുമില്ല അവിടെ. നേരത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ 250 - 200 എത്ര വരും? 50 രൂപ അവിടെ പ്രോഫിറ്റ് ആയിട്ട് വരും. അപ്പോൾ 50 രൂപ ക്യാപിറ്റൽ പ്രോഫിറ്റ് വരുമ്പോൾ അതിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഷെയർസ് ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, 250 × 200 കൊടുത്ത് അതാണ് 250. അവിടെ നിന്ന് വന്ന 250 ആണ് കേട്ടോ. ആദ്യ സമയത്ത് ഫോർഫിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 250 രൂപയാണ്. അതിൽ നിന്ന് ഇപ്പോൾ റീഇഷ്യൂ ചെയ്തപ്പോൾ ലോസ് വന്നത് 200 രൂപ മൈനസ് ചെയ്ത് ബാക്കി 50 അങ്ങനെ വന്നു. അതിനെ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇത്രയാണുള്ളത്. ഇതോടുകൂടെ ആ ഒരു പ്രോബ്ലം അവസാനിച്ചു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. 1-2 കേസ് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു പാർട്ട് അവസാനിക്കുന്നു. ഇനി നമുക്ക് ഈ ഫോർഫീച്ചർ റീഇഷ്യൂ ഒരു സാഹചര്യത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അത് വേറെ ക്ലാസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇത് ലെങ്തി ആയി പോകും. പ്രോറാട്ട അലോട്ട്മെന്റും ഓവർ സബ്സ്ക്രിപ്ഷനും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഫോർഫിറ്റ് ചെയ്ത ഷെയർ എങ്ങനെയാണ് റീഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ ഇതോടുകൂടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.